ഹായ് ഡിയർ. റിലേഷൻഷിപ്പ് ഹീലിംഗ് സീരീസിൻ്റെ പാർട്ട് 8 ആണ്. ഇതിൽ മണി ഹീലിംഗ് ആണ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു മണി ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റിനെയും ബാധിക്കും, റിലേഷൻഷിപ്പ് ഉൾപ്പെടെ. അപ്പോൾ ആ ഒരു ബ്ലോക്കേജ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോപ്പണൊപ്പണോ പ്രെയർ യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ഒരു നോട്ട് നിങ്ങൾ കയ്യിലെടുക്കുക. ആ നോട്ടിനോടാണ് നമ്മൾ പറയുന്നത്, ഹോപ്പണൊപ്പണോ പറയുന്നത്. അതായത് നമ്മൾ മുൻകാലങ്ങളിൽ കാശിനോട് അത്രയും റെസ്പെക്റ്റ്ഫുള്ളി പെരുമാറിയിട്ടുണ്ടാവില്ല. നമുക്കതിൻ്റെ വാല്യൂ തിരിച്ചറിയാതെ പോയ സമയങ്ങളുണ്ടാവാം. അതായത് കാശ് സ്വന്തമായിട്ട് ഏൺ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ വാല്യൂ അറിയാൻ സാധിക്കുന്നത്. പേരൻസ് അത് നമുക്ക് ആവശ്യത്തിലധികം നൽകിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ബിഹേവിയർ നമ്മുടെ ഭാഗത്തുനിന്ന് മണിയോടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നോട്ട് കയ്യിലെടുക്കുക. ആ നോട്ടിനോട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഹോപ്പണോപ്പണോ പറയാം. അതായത് ഞാൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ റെസ്പെക്റ്റ് ചെയ്യാത്തതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വാല്യൂ തിരിച്ചറിയാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് ക്ഷമ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഗിൽറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറാനായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും. അത്തരത്തിൽ ക്ഷമ ചോദിക്കുക, മാപ്പ് ചോദിക്കുക. എന്നിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു നോട്ട്, അതായത് എൻ്റെ കയ്യിൽ ഉള്ള അല്ലാതെ തന്നെ എൻ്റെ കയ്യിലുള്ള ധനത്തിന് ഞാൻ നന്ദി പറയുന്നു. ഓരോ കോയിൻസിനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ചുറ്റിലുമുള്ള എല്ലാ മെറ്റീരിയൽസ്, അതായത് ഫിസിക്കൽ തിങ്സ്, അപ്പോൾ മേശയായാലും കസേരയായാലും എല്ലാം നമ്മൾ കാശ് കൊണ്ട് തന്നെ വാങ്ങിയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇതിനെല്ലാറ്റിനും നിങ്ങൾ നന്ദി പറയാം. ഇതൊക്കെയും എനിക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ സാധിച്ചു. അപ്പോൾ അതിനൊക്കെയും ഒരുപാട് നന്ദി. താങ്ക് യു എന്ന് പറയാം. താങ്ക് യു മണി എന്ന് ആ കാശിനോട് തന്നെ നിങ്ങളത് പറയാം. അത്തരത്തിൽ ഒരു പോസിറ്റീവ് എനർജി നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു എന്ന് പറയാം. അതായത് ക്യാഷിനെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സ്നേഹം ഉണ്ടാകുമ്പോഴാണ് അത്രയും ക്യാഷ് നമ്മളിലേക്ക് വരുന്നത്. ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. എനിക്ക് ഇത്രയൊക്കെ മതി, ഞാൻ ഇതിൽ ഹാപ്പിയാണ് എന്നൊരു മൈൻഡ് സെറ്റ് ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ആർത്തിയുമല്ല. ഓക്കെ ഡിയർ, നമുക്ക് ജീവിക്കാൻ ക്യാഷ് ആവശ്യമാണ്. ആവശ്യത്തിന് ക്യാഷ് നമുക്ക് ആവശ്യത്തിലധികം ക്യാഷ് നമുക്ക് ഉണ്ടാവണം. അതെന്തിനെന്ന് വെച്ചാൽ ആർത്തിയായിട്ടല്ല, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കണം. ഒപ്പം നമ്മുടെ ചുറ്റിലുമുള്ളവരെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകും. അതിന് വേണ്ടിയിട്ടും കൂടി നമുക്ക് യൂസ്ഫുൾ ആക്കാം. അതുപോലെ നമുക്ക് ഭാവിയിലത്തേക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ പരമ്പരകൾക്ക് വേണ്ടി നമുക്ക് സേവ് ചെയ്ത് വെക്കാനും സാധിക്കും. അപ്പോൾ ഞാൻ പണത്തെ ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്ക് ചിലവാക്കുന്നതിന് വേണ്ടിയിട്ട്, എനിക്ക് കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട്, നാളത്തേക്കായി കരുതി വെക്കുന്നതിന് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നാളത്തേക്കായിട്ട് എനിക്ക് നൽകാനായിട്ട്, അല്ലെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടിയും എനിക്ക് ഒരു സേവനമായിട്ട് നൽകാനായിട്ട് ഒക്കെയും ഉള്ള ധനം എനിക്ക് ലഭ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ പണത്തെ എനിക്ക് അത്രയും കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാനുള്ള ഒരു കഴിവ് നൽകി അനുഗ്രഹിക്കണേ എന്നുകൂടി പ്രാർത്ഥിക്കാം. അത്തരത്തിൽ നിങ്ങൾ പണത്തെ നിങ്ങൾ വെൽക്കം ചെയ്യാം. നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടി നിങ്ങൾ വെൽക്കം ചെയ്യാം. ആ ഒരു നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെയും ഹോപ്പണോപ്പണോ പറയുന്നത്. എന്നിട്ട് ആ നോട്ട് മടക്കി നിങ്ങളുടെ പേഴ്സിനുള്ളിൽ തന്നെ വെച്ചിരിക്കാം. അതുപോലെ തന്നെ പേഴ്സ് കീറിയതാണെങ്കിൽ അത് മാറ്റി പുതിയതൊരെണ്ണം വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതിനുള്ളിൽ റെസീപ്റ്റ്സ് ഒക്കെ ഉണ്ടാവില്ല, പഴയ റെസീപ്റ്റ്സ്, ഒ പി ടിക്കറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മളെ ലേഡീസൊക്കെ ആണെങ്കിൽ കൂടുതലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കരുതുക. അതായത് നമ്മുടെ ATM കാർഡോ ആധാറോ ഒരു ഫോട്ടോസോ, അതായത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ നമുക്ക് ആവശ്യം വരില്ലേ, അങ്ങനെയുള്ള സാധനങ്ങളോ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രം കരുതുക. ഒപ്പം ഈ ഒരു നോട്ടും കരുതുക. അതെടുക്കാതെ അവിടെ മാറ്റി വെച്ചിരിക്കുക. അത് നിങ്ങൾക്ക് എനർജി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു 21 ഡേയ്സ് നിങ്ങൾ അത്തരത്തിൽ ഇങ്ങനെ ഈ നോട്ട് എടുക്കുക, നിങ്ങൾ ഹോപ്പണോപ്പണ പറയുക, തിരിച്ച് അതിൽ തന്നെ വെക്കുക. ഈ 21 ഡേയ്സ് കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ഒരു പോസിറ്റീവ് എനർജി ആ ഒരു പേഴ്സണിനുള്ളിൽ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ആ നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ കൊടുത്തൊരു പ്രെയർ നിങ്ങൾക്ക് ഓർമ്മയും വരും. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് റീകണക്ട് ചെയ്യുവാനും സാധിക്കും, എപ്പോഴെങ്കിലും നിങ്ങൾ ഡൗൺ ആയി പോവുകയാണെങ്കിൽ പോലും. ഓക്കെ ഡിയർ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു മണി ബ്ലോക്കേജ് മാറാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും. ഓക്കെ ഡിയർ, ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും അറിയിക്കുക. താങ്ക് യു ഡിയർ.